ഗാസയിൽ ശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം ബെന്യാമിൻ നെതന്യാഹു നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന് ഇസ്രായേൽ ആരോപിക്കുകയാണ്. ഡെസ്കിൽ നിന്ന് ഐശ്വര്യ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ഐശ്വര്യ, നേരത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ബന്ദി കൈമാറ്റമൊക്കെ കൃത്യമായി നടക്കുകയും ചെയ്തതോടുകൂടി ഗാസ വീണ്ടും സമാധാനത്തിലേക്ക് പോവുകയാണ്. പശ്ചിമേഷ്യ തീർച്ചയായും സമാധാന പാതയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ പിന്നെയും ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ഒരു വളരെ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടാകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ ആക്രമണം ഇസ്രായേൽ നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ഗാസയ്ക്ക് കഴിയില്ല. മറ്റ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? വിവരങ്ങൾ. അഖില സൂചിപ്പിച്ചതുപോലെ വളരെ നിർഭാഗ്യകരമായ ഒരു സങ്കടകരമായ വാർത്തയാണ് ഈ ഒരു മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. അതായത് ഗാസ ആക്രമിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉത്തരവിട്ടിരിക്കുകയാണ്. അതായത് ഹമാസ് എല്ലാവിധ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും നടത്തിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഈ ഒരു വാർത്ത ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഹമാസ് എല്ലാ ഈ വെടിനിർത്തൽ കരാർ ലംഘനവും നടത്തി എന്നാണ് പറയുന്നത്. ഇതിനെ അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നതാണ് എല്ലാ ബന്ദികളുടെയും മൃതദേഹങ്ങളും വിട്ടു നൽകണം എന്നുള്ളത്. ഇത് 28 ബന്ദികളുടെയും മൃതദേഹങ്ങളായിരുന്നു വിട്ടു നൽകാനുണ്ടായിരുന്നത്. അതിൽ 15 എണ്ണവും വിട്ടു നൽകി. 16ാമതായി വിട്ടു നൽകിയ മൃതദേഹം എന്ന് പറയുന്നത് 2 വർഷം മുൻപ് നൽകിയ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ 16ാമത്തെ മൃതദേഹമായി വിട്ടു നൽകിയത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ പറയുന്നത് ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായിട്ടാണ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒരു തരത്തിലും ഈ ഒരു കാര്യം ക്ഷമിക്കാൻ പറ്റാവുന്നതല്ല എന്നും ഹമാസ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു സമാധാന പാതയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നും ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്ക് കടക്കുകയാണ് ഇസ്രായേൽ എന്നുമാണ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. നമുക്കറിയാം ഈ മാസം തുടക്കം ഒക്ടോബർ 10-ാം തീയതി ആയിരുന്നു ഈ ഒരു സമാധാന കരാറൊക്കെയും പ്രാബല്യത്തിൽ വന്നിരുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിലായിരുന്നു ഈജിപ്തിൽ ചർച്ചകളൊക്കെയും നടന്നത്. ആ ട്രംപിന്റെ ഒരു മധ്യസ്ഥയോട് നടന്ന ഒരു ചർച്ചയായിരുന്നു. പക്ഷേ അതിപ്പോൾ ഫലം കാണാതെ പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 5 ലക്ഷത്തോളം പേരാണ് ഗാസയിൽ നിന്നും പലായനം ചെയ്ത് പോയിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സമാധാന പാതയിലേക്ക് ഗാസ പോകുന്നു എന്ന് മനസ്സിലാക്കി ഇവർ സ്വന്തം സ്ഥലങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടത് തന്നെയാണ്. ഇനി വീണ്ടും ഗാസ സംഘർഷഭരിതമാകാൻ പോകുന്നു. ഗാസ ഭൂമിയിൽ ഇനി പട്ടിണിയുടെയും അതുപോലെ തന്നെ ഈ മരണങ്ങളുടെയൊക്കെ ഒരു കണക്കിന് വീണ്ടും കൂടും, അല്ലെങ്കിൽ അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന സമയത്തും ഗാസയിൽ നമ്മൾ കണ്ടതാണ് ഹമാസിന്റെയും ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ സംഘർഷങ്ങൾ നടക്കുന്നത് കണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. വലിയൊരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളൊക്കെയും നീങ്ങുന്നത്. അഖില.